വേദനിപ്പിച്ചവനെ ഒരിക്കലും തിരിച്ച് അപ്പോൾ തന്നെ നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. പ്രതികാരം ചെയ്യുമ്പോൾ അത് തണുത്ത ശേഷം പ്രതികാരം ചെയ്യുമ്പോഴാണ് അതിന് സ്വാദ് കൂടാറുള്ളത്. ഒരിക്കലും മറ്റുള്ളവരുടെ നിന്ന് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാനോ പെട്ടെന്ന് ചൂടാവാനോ പാടില്ല. അവർ പറയുന്ന മൊത്തം ക്ഷമയോടെ കേൾക്കുക. എന്നിട്ട് അവരുടെ ഇമോഷണലി വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടാവും, ആ വീക്ക്നെസ് പിടിച്ചിട്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വീക്ക്നെസ് നന്നായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചോളൂ. അതിന് നിങ്ങളുടെ ആവശ്യമായിട്ട് പറഞ്ഞാൽ മിക്കവരും അത് ചെയ്തു തരില്ല. പക്ഷെ അവന്റെ വീക്ക്നെസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞു നോക്കൂ. ഇപ്പൊ ഒരാളുടെ വീക്ക്നെസ് പെണ്ണാണ് വിചാരിച്ചോളൂ. നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണിച്ച പെണ്ണിനെ കൂട്ടിക്കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം നടന്നാൽ ഞാൻ നിനക്ക് ഈ പെണ്ണിനെ തരാം എന്ന് നിങ്ങൾ അയാളുടെ അടുത്ത് പറഞ്ഞു നോക്കൂ. അയാൾ എന്തായാലും അത് ചെയ്തിരിക്കും. കാരണം അയാളുടെ വീക്ക്നെസ് അതാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ കുറെ പേർക്ക് കുറെ വീക്ക്നെസ് ഉണ്ടാവും. ഈ വീക്ക്നെസ് ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വെറുതെ എല്ലാവരും സഹായിക്കാനും പാടില്ല, സഹായം ചോദിച്ചവരുടെ അടുത്ത് വെറുതെ സഹായിക്കാനും പാടില്ല. നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നത് അവിടെ ആദ്യം ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ സഹായിക്കാൻ പാടുള്ളൂ. തിങ്ക് ലൈക്ക് എ ക്രിമിനൽ ആൻഡ് ആക്ട് ലൈക്ക് എ കിങ് എന്ന് വെച്ചാൽ പുരോഹിതനെ പോലെ നിങ്ങൾ കാമായിട്ടിരിക്കുക, ക്രിമിനലിനെ പോലെ ചിന്തിക്കുക, എന്നാൽ രാജാവിനെ പോലെ സംസാരിക്കുക.